പശ്ചിമബംഗാളിലെ സിലിഗുഡിയിലെ ട്രെയിൻ അപകടത്തിൽ 5 മരണം. കാഞ്ചൻജംഗ എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രത്യേക സംഘത്തെ അയച്ചു. അസമിലെ സിൽച്ചറിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. ബൽറാം നെടുങ്ങാടി പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, 5 മരണമെന്നറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ പശ്ചിമ ബംഗാളിലെ സിലിഗുഡിക്ക് സമീപമുണ്ടായ ട്രെയിൻ അപകടത്തിൽ 5 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. SP ആണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. കൂടാതെ 25ഓളം പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗികമായ വിവരം. ഈ സംഖ്യകൾ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് പ്രദേശത്ത് നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത്. വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചിരിക്കുന്നു. ട്രെയിൻ അപകടം നിർഭാഗ്യകരമായ സംഭവം എന്നാണ് അശ്വിനി വൈഷ്ണവ് പ്രതികരിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെന്നും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വൻ അപകടം തന്നെയാണ് ഡാർജിലിംഗ് ജില്ലയിലെ ഫാൻസിഡെബയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയുണ്ടായ അപകടത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിനെ പിന്നിൽ നിന്നും ഒരു ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു. നിരവധി ബോഗികൾ ഈ അപകടത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഭയാനകമായ ദൃശ്യമാണ് സംഭവ സ്ഥലത്തു നിന്നും പുറത്തു വരുന്നതും. ഈ ഗുഡ്സ് ട്രെയിൻ അതിവേഗം എത്തി ഇടിച്ചു കയറി ഒരു ബോഗി ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന നിലയിലാണ് ഈ ദൃശ്യങ്ങൾ. നിരവധി ബോഗികൾ ഈ പാളത്തിൽ നിന്നും വേർപെട്ട് തകർന്നു പോയിട്ടുണ്ട്. ഇവയിൽ നിന്നും ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോഗികൾ തകർന്ന ബോഗികൾ തുറന്ന് അതിൽ നിന്നും ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ സർക്കാർ പ്രത്യേക സംഘത്തെ രക്ഷാപ്രവർത്തനത്തിനായി അയച്ചിട്ടുണ്ട്. ഡാർജിലിംഗ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഓഫീസർമാർ അടക്കമുള്ള സംഘമാണ് പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതൽ ആംബുലൻസുകളും കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തകരെയും സംഭവ സ്ഥലത്തേക്ക് അയച്ചതായി മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ അറിയിച്ചിരിക്കുന്നു. ഈ അപകടത്തിൽ മുഖ്യമന്ത്രി ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമീപകാലത്ത് ഈ മേഖലയിലുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് ഈ നിലവിൽ ഡാർജിലിംഗ് ജില്ലയിൽ ഉണ്ടായത്. സാങ്കേതികമായി ഡാർജിലിംഗ് ജില്ലയിലാണെങ്കിൽ പോലും സിലിഗുഡിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഈ അപകടം. അസമിൽ നിന്നും പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലെ സിയാൽദയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി ബോഗികൾ AC കോച്ച് അടക്കമുള്ള ബോഗികൾ ഈ ഇടിയുടെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രാഥമികമായി 25 പേർക്ക് പരിക്കേറ്റു എന്നാണ് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. എങ്കിൽ പോലും പരിക്കേറ്റവരുടെ എണ്ണം ഇതിന്റെ ഇരട്ടിയിലേറെ വരും എന്നാണ് പ്രാദേശികമായി രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അതിവേഗം പുരോഗമിക്കുകയാണ്. പ്രദേശത്തുള്ള ആശുപത്രികളിൽ ഈ പരിക്കേറ്റവരെ കൊണ്ടുവരുമ്പോൾ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സിലിഗുഡി, ഡാർജിലിംഗ് 2 ജില്ലകളിലെയും ജില്ലാ കളക്ടർമാർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയിരിക്കുന്നു. സിലിഗുഡിയിലെ വിവിധ ആശുപത്രികളിലായാണ് ഈ പരിക്കേറ്റവരെ നിലവിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. കൂടുതൽ ആംബുലൻസുകൾ സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ അപകടം നടന്ന പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്നുള്ളത് ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ നിന്നും സിഗ്നൽ തെറ്റിച്ച് അതിവേഗം എത്തിയാണ് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചത് എന്നുള്ളതാണ്. ഈ റെയിൽവേയുടെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് 2 പേർ മരിച്ചതായി സംശയിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നും നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുന്നു. വേണു, ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ ട്രെയിൻ അപകടത്തിൽ 5 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയും